ഇന്ന് വരുന്നത് ടിഷ്യൂ ഫാബ്രിക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഇന്ന് വരുന്നത്. ഞാൻ ജെബിൻ ഷഫീഖ്, വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. എല്ലാ സാരീസും നമുക്ക് വെബ്സൈറ്റ് വഴിയോ വാട്സാപ്പ് വഴിയോ പർച്ചേസ് ചെയ്യാം. ഫസ്റ്റ് സാരി നല്ലൊരു ഗ്രീൻ ആട്ടോ സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. ടിഷ്യൂ ഫാബ്രിക്കിൽ ഗ്രീൻ ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ത്രൂ ഔട്ട് ദ ബോഡി വരുന്നത്. അതിലും ഒരു മൾട്ടി കളർ കോമ്പിനേഷനിലാട്ടോ ഒരു വൈറ്റ്, ബ്രൗൺ, ഗ്രീൻ ആ ഒരു ടോണിലായിരിക്കും എംബ്രോയ്ഡറി വർക്ക് വരിക സാരിയിൽ. ഈ ഒരു പാറ്റേണിൽ നല്ലൊരു സ്വാൻ്റെ പാറ്റേണിലാണ് ഇതിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ഫിഗർ മോട്ടീവ്സ് വരുന്നുണ്ട്, ഡിയർ, സ്വാൻ, അങ്ങനെ ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള മോട്ടീവ്സും ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് ആയിരിക്കും ഗ്രീനിൽ വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. സ്കാലപ്പ് ഫിനിഷിലായിരിക്കും എംബ്രോയ്ഡറി വർക്കിൽ ബോർഡർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റൈലിലാണ്. ഫുൾ സാരിയും സെയിം പാറ്റേൺ തന്നെ കേട്ടോ. കണ്ടോ, ഈ ഒരു സ്റ്റൈലായിരിക്കും വരുന്നത്. നല്ലൊരു ഡിഫറെൻറ്റ് പാറ്റേണിൽ വരുന്ന ടിഷ്യൂ സാരിയാണിത്. നമ്മൾ നോർമലി കാണുന്നതിൽ നിന്ന് വളരെ ഒരു ഡിഫറെൻ്റ് ആയിട്ടാണ് സാരി വന്നിരിക്കുന്നത്. നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് നമുക്ക് കൊടുക്കാവുന്ന സാരി ആട്ടോ. ഒരു പാർട്ടി വെയർ കളക്ഷനാണ് വരുന്ന സാരി. ഫുൾ ബോഡിയിലും സെയിം ഇതേ എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് ത്രൂ ഔട്ട് ദ ബോഡി വരുന്നത്. പ്ലീറ്റ്സ് വരുമ്പോൾ ഈ ഒരു സ്റ്റൈലിലായിരിക്കും പ്ലീറ്റ്സ്. ഹാഫ് പോർഷനിലായിരിക്കും വർക്ക് വരുന്നത്, അപ്പർ പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ടായിരിക്കും. പല്ലു ഫുൾ സെയിം പാറ്റേണിൽ തന്നെ ആയിരിക്കും. ആ ഒരു എംബ്രോയ്ഡറി വർക്കിലുള്ള മുന്താണി വരുന്നുണ്ട്. ഇതിന് റണ്ണിങ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലൗസാണ്. അതെല്ലാം ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്ന പോലെ നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് ഈ സെയിം ഗ്രീനിലെ ബ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്ലൗസ് നമുക്ക് പെയർ ചെയ്യാം. നെക്സ്റ്റ് സാരി നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് വരുന്നത് കേട്ടോ. ക്രഷ് ടിഷ്യൂ സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ലൊരു ചിക്കു ഷെയ്ഡാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. അതിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്കും സ്കാലപ്പ് ഫിനിഷിലായിരിക്കും ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. നല്ലൊരു പാറ്റേണിലുള്ള ഒരു പാർട്ടി വെയർ സാരി കേട്ടോ. ക്രഷ് ടിഷ്യൂ ഫാബ്രിക്കിൽ കണ്ടോ, ഈ ഒരു പാറ്റേണിലായിരിക്കും ത്രെഡ് വർക്ക് വരുന്നത് ബോഡിയിൽ. ഒരു ജോമെട്രിക്കൽ ഡിസൈനുള്ള ത്രെഡ് വ്യൂ പാറ്റേൺസ് വരുന്നുണ്ട്. ഫുൾ എംബ്രോയ്ഡറി വർക്ക് കേട്ടോ. ഇതെല്ലാം ത്രെഡ് എംബ്രോയ്ഡറി വന്നിട്ട് അതിൽ ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്. ക്രോസ് സ്റ്റിച്ച് പാറ്റേണുള്ള എംബ്രോയ്ഡറി വർക്ക് ആയിരിക്കും മോട്ടീവ്സ് ആയിട്ട് വരുന്നത്. അതിൻ്റെ കളർ പാലറ്റ് മാറി വരും കേട്ടോ. ഇത് പൗഡർ ബ്ലൂ വിത്ത് ഗ്രീൻ വൈറ്റ്, ഇത് ബേബി പിങ്ക്, പീച്ച് ആൻഡ് ഗ്രീൻ ആ ഒരു ടോണിലായിരിക്കും ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് വരിക. ചിക്കു ഷെയ്ഡിൽ ഫുൾ സാരിയിലും ഈ ഒരു ജോമെട്രിക്കൽ ഡിസൈൻസ്, ബോർഡർ വരുന്നത് ക്രോസ് സ്റ്റിച്ച് പാറ്റേണിൽ തന്നെ എംബ്രോയ്ഡറി വർക്കിലായിരിക്കും ബോർഡർ വരുന്നത്. അത് കഴിഞ്ഞ് സെയിം ആ ഒരു സെറി വുമൺ പാറ്റേണിലുള്ള സ്കാലപ്പ് ഫിനിഷിലായിരിക്കും ബോർഡർ ഫിനിഷ് ചെയ്യുന്നത്. നല്ലൊരു എലഗൻ പാർട്ടി വെയർ സാരിയാണ്. വളരെ ഒരു സോഫ്റ്റ് ആൻഡ് സട്ടിൽ കോമ്പിനേഷനിലാണ് സാരി വരുന്നത്. ചിക്കു ഷെയ്ഡിൽ ക്രഷ് ടിഷ്യൂ ഫാബ്രിക്. പല്ലു സെയിം സ്റ്റൈലിൽ തന്നെ അതേ ക്ലോസ് സ്റ്റിച്ച് എംബ്രോയ്ഡറി വർക്കിലും ആ ഒരു ബ്ലോക്ക് പാറ്റേണിൽ ജോമെട്രിക്കൽ ഡിസൈനായിരിക്കും ഈ ഒരു ത്രെഡ് എംബ്രോയ്ഡറി വരുന്നത് ബോഡിയിൽ. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ബുട്ടി വർക്കിലാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത്. ഗോൾഡൻ സെറിയിലുള്ള ബുട്ടി വർക്കിലായിരിക്കും റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് സാരി വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് സാരി വരുന്നത്. ടിഷ്യൂ തന്നെയാണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. നല്ലൊരു ത്രെഡ് വർക്കിലാണ് സാരിയുടെ ബോഡി വരുന്നത്. ഒരു ഫ്ലോറൽ ജാൽ ഡിസൈനിൽ നല്ലൊരു എംബോസ്ഡ് പാറ്റേണിലായിരിക്കും ത്രെഡ് വർക്ക് വരുന്നത് ബോഡിയിൽ. ഈ ഒരു സ്റ്റൈലുള്ള വർക്കായിരിക്കും ഫുൾ വരുന്നത് വിത്ത് ബനാറസി ബോർഡർ. ഫാബ്രിക് വരുന്നത് ടിഷ്യൂ തന്നെ കേട്ടോ എല്ലാ സാരീസിൻ്റെയും. മുന്താണി ആ ഒരു ടിഷ്യൂ വീവിൽ ഒരു ലൈൻ പാറ്റേണിലാണ് സാരിയുടെ പല്ല് വരുന്നത്. കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിൽ തന്നെ വരുന്നത്. ഇത് നമുക്കൊരു ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ അങ്ങനെയുള്ള ഫംഗ്ഷനും അതല്ലാതെ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ടും വെഡിങ് പോലുള്ള ഫംഗ്ഷനും എല്ലാം നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. ബ്ലൗസ് വരുന്നത് ലൈൻസ് ആണ്, സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും വിത്ത് ബ്ലൗസ്. എല്ലാ സാരീസിലും നല്ല നല്ല പാറ്റേണിലാണ് ത്രെഡ് വീവ് ഡിസൈൻസ് വരുന്നത് കേട്ടോ. ഇത് അടുത്ത ഡിസൈനാണ് വരുന്നത്. ടിഷ്യൂ ഫാബ്രിക് തന്നെ. ഇതെല്ലാം നല്ലൊരു പാറ്റേണിൽ ഒരു പീകോക്ക് മോട്ടീവ്സും ഫ്ലോറൽ ഡിസൈൻസും പേസ്ലി ഡിസൈൻസും എല്ലാം ആയിരിക്കും ബോഡി വരുന്നത് കംപ്ലീറ്റ്. കണ്ടോ, ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്. ഈ ഒരു ഏരിയ വരുമ്പം ഫ്ലോറൽ ഡിസൈൻസ്, ഫ്ലോറൽ പാറ്റേൺസ് വരുന്നുണ്ട്. കണ്ടോ, ഈ ഒരു പാറ്റേണിലായിരിക്കും എൻ്റയർ ബോഡി വിത്ത് ബനാറസി ബോർഡർ. ഫുൾ സാരിയും സെയിം ത്രെഡ് വർക്കിൽ തന്നെ വന്നിട്ട് മുന്താനിയുടെ എൻഡിൽ വരുമ്പോൾ ലൈൻസ് ആണ്. ഷോർട്ട് പല്ലു ആയിരിക്കും സാരി വരുന്നത്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു വർക്ക് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ലൈൻസിൽ തന്നെ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും ബ്ലൗസ് വരുന്നത്. നെക്സ്റ്റ് സാരി നല്ലൊരു ഡിഫറെൻറ്റ് പാറ്റേണിലാണ് ത്രെഡ് വർക്ക് വരുന്നത് സാരിയിൽ. എല്ലാം നല്ല നല്ല പാറ്റേണിലുള്ള ഡിസൈൻസിലാണ് വർക്ക് വരുന്നത്. ഇതും ഒരു ബേർഡ് മോട്ടീവ്സും ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും കേട്ടോ ത്രെഡ് എംബ്രോയ്ഡറി വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് വർക്ക് വരുന്നത്. അതിലൊരു ബേർഡ് മോട്ടീവ്സ് വരുന്നുണ്ട്, ഫ്ലോറൽ ഡിസൈൻസും വരുന്നുണ്ട് ത്രെഡ് എംബ്രോയ്ഡറി ആയിട്ട്. സെയിം പാറ്റേൺ തന്നെയായിരിക്കും ബോഡി കംപ്ലീറ്റ് വരുന്നത് വിത്ത് ബനാറസി ബോർഡർ. ഇതാണ് സാരിയുടെ പാറ്റേൺ വരുന്നത്. മുന്താണി ഇങ്ങനെ വരും. ബ്ലൗസ് ലൈൻസിൽ തന്നെ സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് ബ്ലൗസ് വരുന്നത്. ടിഷ്യൂ ഫാബ്രിക്കിൽ നെക്സ്റ്റ് വർക്ക് വരുന്നത് ഈ ഒരു പാറ്റേൺ കേട്ടോ. ഇതൊരു ലഹരിയ ഡിസൈനിലാണ് സാരിയിലെ വർക്ക് വരുന്നത്. ഒരു ഡയഗണൽ പാറ്റേണിൽ നല്ലൊരു ഫ്ലോറൽ ഡിസൈനിൽ
കണ്ടോ ഈ ഒരു സ്റ്റൈലായിരിക്കും ബോഡിയിൽ വർക്ക് വരും. ഈ ഒരു പാറ്റേൺ ആയിരിക്കും വരുന്നത്. ഫുൾ ത്രെഡ് വർക്കിൽ വന്നിട്ട് ലോവർ ബോർഡർ വരുമ്പം നല്ലൊരു മാംഗോ ഡിസൈൻ വന്നിട്ട് അതിലൊരു മൾട്ടി കളറിലായിരിക്കും ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ബനാറസി ബോർഡർ ഇതായിരിക്കും കേട്ടോ സാരിയുടെ പാറ്റേൺ വരുന്നത്. ഒരു ഡയഗണൽ പാറ്റേണിൽ ഫുൾ ത്രെഡ് വർക്ക് വിത്ത് പേസ്ലി ഡിസൈൻസിലുള്ള ബോർഡർ വിത്ത് ബനാറസി ബോർഡർ. എന്താണ് ബ്ലൗസ് എല്ലാ സാരീസും ലൈൻസിലായിരിക്കും വരുന്നത്. വീണ്ടും നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് നെക്സ്റ്റ് വർക്ക് വരുന്നത് കേട്ടോ. ടിഷ്യൂ സാരിയിൽ ഇത് ഫ്ലോറൽ ഡിസൈൻസ് ആണ്. നല്ലൊരു ലീഫ് പാറ്റേണിലാണ് സാരിയിൽ ത്രെഡ് എംബ്രോയ്ഡറി വരുന്നത്. നല്ല തിക്കായിട്ടുള്ള വർക്ക് ആട്ടോ ഫുൾ സാരിയിലും. സെയിം പാറ്റേൺ വർക്ക് ഒരു ഓഫ് വൈറ്റ് ഒരു ഗോൾഡൻ ബേജ് ആ ഒരു ടോണിലായിരിക്കും ഈ ഒരു ത്രെഡ് എംബ്രോയ്ഡറി വരുന്നത് വിത്ത് ബനാറസി ബോർഡർ. ബോർഡർ വരുന്നത് എല്ലാ സാരീസിലും ഒരു റോസ് ഗോൾഡ് ടോണിലാണ് ബോർഡർ വരുന്നത്. ടിഷ്യൂ ആയിട്ട് നല്ല മെർജ് ചെയ്ത് നിൽക്കുന്ന പാറ്റേണാണ് ബോർഡർ. ഒട്ടും അങ്ങനെ ഒരു ഫ്ലാഷി ആയിട്ടുള്ള ബോർഡർ അല്ല സാരിക്ക് വരുന്നത്. വർക്ക് കംപ്ലീറ്റ് ചെയ്ത് പാറ്റേണിൽ വരും. മുന്താണിയിലും ആ ഒരു ലൈൻ പാറ്റേൺസ് സെയിം പാറ്റേണിൽ തന്നെ ആയിരിക്കും റണ്ണിങ് ബ്ലൗസും വരും. നെക്സ്റ്റ് സാരി ഡിഫറെൻറ്റ് പാറ്റേണിലാണ് ത്രെഡ് വർക്ക് വരുന്നത്. ഇതിൽ വരുന്നത് ഈ ഒരു സ്റ്റൈലിലായിരിക്കും കേട്ടോ ത്രെഡ് എംബ്രോയ്ഡറി വരുന്നത്. എല്ലാം നല്ല നല്ല പാറ്റേൺ കേട്ടോ. ഓരോന്നും നല്ലൊരു യൂണീക്ക് പാറ്റേണിലാണ് വർക്ക് വരുന്നത്. ഇതിൽ കണ്ടോ ഈ ഒരു സ്റ്റൈലിലുള്ള ത്രെഡ് എംബ്രോയ്ഡറി അതിലൊരു ഗ്രീൻ ബ്രൗൺ കോമ്പിനേഷനിലായിരിക്കും മോട്ടീവ്സ് വരുന്നത്. ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് ഇങ്ങനെ വരും. ഫുൾ വർക്ക് ആട്ടോ. ഇത് വരുന്നത് സെയിം ടോൺ തന്നെയായിരിക്കും വർക്ക് വരുന്നത്. അതിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ഫ്ലോറൽ മോട്ടീവ്സ് വരുന്നുണ്ട്. റോസ് ഗോൾഡ് ബനാറസി ബോർഡർ. ഈ വർക്കും കംപ്ലീറ്റ് ആയിട്ട് ഫുൾ സാരിയിലും സെയിം സ്റ്റൈലിൽ തന്നെയുള്ള വർക്കായിരിക്കും വരുന്നത്. ഇതിനെല്ലാം കോൺട്രാസ്റ്റ് ബ്ലൗസ് നമുക്കൊരു കോഫി ബ്രൗണോ ഗ്രീനോ ഒക്കെ ബ്ലൗസ് പെയർ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. സെയിം ടോൺ ബ്ലൗസ് ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ കൂടെ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പല്ലു വിത്ത് റണ്ണിങ് ബ്ലൗസ് സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും. ഇന്ന് വന്ന ടിഷ്യൂ ഫാബ്രിക്കിൽ വന്ന നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആയിരുന്നു. നല്ല ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള ത്രെഡ് എംബ്രോയ്ഡറിയിലായിരുന്നു സാരീസ് വന്നത്. ലാസ്റ്റ് സാരിയായിട്ട് വരുന്നത് ഇത് വരുന്നത് നല്ലൊരു പാറ്റേണിലാണ്. ഫ്ലോറൽ പാറ്റേണിൽ തന്നെയാണ്. ഫ്ലോറൽ ജാൻ ഡിസൈനിലായിരിക്കും എംബോസ്ഡ് പാറ്റേണിൽ ത്രെഡ് എംബ്രോയ്ഡറി വരുന്നുണ്ട്. ഫുൾ ബോഡി ഇതേ സ്റ്റൈലിൽ തന്നെയുള്ള വർക്കായിരിക്കും വരുന്നത് സാരിയിൽ വിത്ത് റോസ് ഗോൾഡ് ബനാറസി ബോർഡർ. നല്ലൊരു പാറ്റേണിലാട്ടോ സാരിയിൽ വർക്ക് വരുന്നത്. ഫുൾ ഫ്ലോറൽ ഡിസൈൻസിലായിരിക്കും വർക്ക് വരുന്നത്. മുന്താണി വിത്ത് ബ്ലൗസ് ലൈൻസിൽ തന്നെ സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് റണ്ണിങ് ബ്ലൗസ് വരുന്നത്.